നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫാമിങ്ങിൽ ഏറ്റവും വളരെ ഭീകരമായിട്ടുള്ളൊരു അസുഖത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ഇന്ന് വാക്സിനേഷൻ കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അത് കോഴിവസന്തിയുണ്ട്, വോൾപോക്സ് ഉണ്ട്, അങ്ങനെ പല അസുഖങ്ങളും വാക്സിനേഷൻ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ വാക്സിനേഷൻ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയാതെ ഒരുപാട് കർഷകർ ബുദ്ധിമുട്ടുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് ക്രോണിക് ഡിപ്പറേറ്ററി ഡിസീസ് എന്നറിയപ്പെടുന്ന CRD. ഈ CRD വന്നു കഴിഞ്ഞാൽ ഫാമിങ്ങിൽ ഒന്നടങ്കം കോഴികൾ മരണപ്പെട്ടു പോവുകയും ആ കോഴികൾക്ക് പ്രിവെൻഷൻ ഒന്നും ഏൽക്കാതെ വരികയും മരുന്നുകളൊന്നും ഏൽക്കാതെ വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ വളരെ വില കൂടിയ മരുന്നുകൾ, ചില മരുന്നുകൾ നമുക്ക് 24 മണിക്കൂർ കോഴ്സൊക്കെ കൊണ്ട് നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞാലും ആ കോഴികളുടെ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു, അത് കോഴികളുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്നു, ആ കോഴികളുടെ മറ്റ് ശാരീരികമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളെല്ലാം ബാധിക്കുകയും അതുകൂടാതെ നമുക്ക് വരുന്ന ബാച്ചുകളിൽ പിന്നീട് അത് വരുന്ന ബാച്ചുകളിലൊക്കെ ആ ഒരു വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും അങ്ങനെ ഫാമിങ്ങിൽ വളരെയധികം നഷ്ടമുണ്ടാവുകയും ഒരുപാട് കൂട്ടത്തോടെ മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകാറുണ്ട്. ഇതിനൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഏറ്റവും നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു നാടൻ മരുന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ മരുന്നെന്ന് പറയുന്നത് നൈജീരിയ, യൂറോപ്യൻ കൺട്രീസ്, അതുപോലെ തന്നെ ജപ്പാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വളരെയധികം ബ്രോയിലർ ഫാമിങ്ങിലും ലെയർ ഫാമിങ്ങിലും ഒക്കെ വളരെയധികം, അതുപോലെ കാടയിലും ഒക്കെ വളരെ ഫലപ്രദമായിട്ട് വിജയിച്ചിട്ടുള്ള ഒരു മരുന്നാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ മരുന്ന് ഈ അസുഖത്തെ പ്രതിരോധിക്കുക മാത്രമല്ല അസുഖത്തിന് വേണ്ടി നൽകുകയും ചെയ്യാം. അതുപോലെ തന്നെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബ്രോയിലർ ഫാമിങ്ങിൽ വളരെയധികം FCR നല്ല രീതിയിലാകുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അതിൽ ഇപ്പോൾ 3-3.5 കിലോ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 200 അല്ലെങ്കിൽ 300 ആ ഒരു റേഞ്ചിൽ നമുക്ക് വെയിറ്റ് കിട്ടുമ്പോൾ ഇത് നമ്മളെ വളരെ നല്ല രീതിയിൽ പ്രോഗ്രസ് ആയിട്ട് FCR വളരെയധികം നല്ല രീതിയിലാവുകയും നമുക്കൊരു 300-200 തീറ്റ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 38-40 ദിവസം കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ഈ കോഴികൾക്കുണ്ടാകുന്നു. വളരെ നല്ലൊരു ഗ്രോത്ത് പ്രൊമോട്ടറായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മരുന്ന് കൂടിയാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഗുണമാണ് ഇതിനുള്ളത്. ബ്രോയിലർ ഫാമിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു അസുഖത്തെ പ്രതിരോധിക്കുന്ന ആദ്യത്തെ 3 ദിവസം നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ പ്രിവെൻഷൻ എന്ന നിലയിൽ പലതരത്തിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കാറുണ്ട്. ഈ ആൻറ്റിബയോട്ടിക്കുകളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോഴികളെ ശരിയായിട്ടും ബാധിക്കാറുണ്ട്. അത് പല സമയങ്ങളിലും നമ്മൾ ബാക്കിയുള്ള സമയത്ത് അത്യാവശ്യ സമയത്ത് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ശരീരത്തെ പിടിക്കാതെ വരികയും കോഴികളൊന്നും മരണപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ബ്രോയിലർ ഫാമിങ്ങിലാണ്. അതിനുവേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഏറ്റവും കുറച്ച് നല്ല കണ്ടന്റുകൾ ചേർത്തിട്ട് നമ്മൾ സാധാരണഗതി നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു മരുന്നുണ്ടാക്കിയിരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു എന്ന് പറഞ്ഞാൽ പച്ചമുളകാണ്. നല്ല പഴുത്ത പച്ചമുളക്. ഈ പച്ചമുളക് വളരെ അതിൻ്റെ സയന്റിഫിക് ആയിട്ടുള്ള ഉപയോഗങ്ങൾ അറിയാൻ വയ്യാത്ത ഒരുപാട് ആളുകൾ ആവശ്യമില്ലാതെ കമന്റ് ചെയ്യുന്നു. കാരണം ഇതെന്താണ്, നിങ്ങൾ മസാലയാണോ, മസാലക്കൂട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതൊന്നുമല്ല. അതിൻ്റെ പച്ചമുളകിൻ്റെ സയന്റിഫിക് ആയിട്ടുള്ള ഉപയോഗം നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കുക. ഇത് വളരെയധികം നല്ലൊരു ഗ്രോത്ത് പ്രൊമോട്ടറാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു വിഷഹാരിയാണ്. അതുപോലെ പല വൈറസിൻ്റെയും തോട് പൊട്ടിച്ചകത്ത് കിടന്ന് അതിനെ നിർവീര്യമാക്കാൻ കഴിയുന്ന വളരെ നല്ല ഒരു ഔഷധമാണ്. അതായത് കോക്സിഡിയോസ്, അതുപോലെ തന്നെ CRD തുടങ്ങിയ അസുഖങ്ങളുടെ വൈറസുകൾ വളരെ കട്ടിയുള്ള തോടുള്ള വൈറസാണ്. ഈ വൈറസുകളെ അതിൻ്റെ തോട്ട് പൊട്ടിച്ച് നല്ല രീതിയിൽ നശിപ്പിച്ച് കളയാനുള്ള പവറുള്ള ഒരു സാധനമാണ് നല്ല പച്ചമുളക്, നല്ല പഴുത്ത പച്ചമുളക്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ബാക്കിയൊക്കെയുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് വീഡിയോ പരിപൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ പരിപൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള അളവ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അളവ് കറക്റ്റായിട്ട് പാലിക്കാൻ ശ്രമിക്കുക. കാരണം ഒരല്പം പോലും നിങ്ങൾ അതിന് തെറ്റിപ്പോകരുത്. അതുപോലെ തന്നെ ഇത് കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത്, നമ്മൾ അസുഖമുള്ള കോഴികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ 1 ലിറ്ററിനകത്ത് 20 മില്ലിയാണ് കൊടുക്കേണ്ടത്. അസുഖമില്ലാതെ നമ്മൾ ഇതിന് പ്രിവെൻഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മൾ ആഴ്ചയിൽ 3 ദിവസം കറക്റ്റായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മറ്റ് അസുഖങ്ങളൊന്നും വരാതെ ഫാമിങ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. ഒരസുഖം വരില്ല എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ വാക്സിൻ എടുക്കാത്ത കോഴികളാണെങ്കിൽ കൂടി ചിലപ്പോൾ വളരെ വലിയ രീതിയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചാലും ചിലപ്പോൾ ഈ മരുന്ന് സ്ഥിരമായിട്ട് കൊടുക്കുന്നതാകുമ്പോൾ നമ്മൾ ഈ പ്രിവെൻറ്റ് ചെയ്യാൻ, അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മരുന്ന് തന്നെയാണ്. അപ്പോൾ ഈ മരുന്ന് നമുക്ക് എന്ന് വിചാരിച്ചിട്ട് വാക്സിൻ കൊടുക്കാതെ നമ്മൾ ഇത് മാത്രം കൊടുക്കും എന്ന് വിചാരിച്ചത്, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്, അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് പറയുമായിരുന്നു. അത്രയ്ക്കും നല്ല പവറുള്ള മരുന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മരുന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കുക. അസുഖമുള്ള കോഴികൾക്ക് നമ്മൾ 20 മില്ലിയും അസുഖമില്ലാതെ എന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ 1 ലിറ്ററിനകത്ത് നമ്മൾ 10 മില്ലിയും ഉപയോഗിച്ച് കൊടുക്കുക. സ്ഥിരമായിട്ട് ഫാമിൽ ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ പരിപൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ പരിപൂർണ്ണമായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ഒരു മരുന്നിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള, അതുപോലെ തന്നെ ഈ കൊടുക്കുമ്പോൾ നമ്മൾ ഈ തെളിവ് മാത്രം കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച് നമ്മളൊരു മണിക്കൂർ നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തെളിയും. ഈ തെളിവ് മാത്രം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. ഈ അടിത്തട്ട് കൊടുക്കരുത്. ഈ മരുന്ന് നമ്മൾ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് 10 മില്ലിയും അസുഖമുള്ളപ്പോൾ 20 മില്ലിയും 1 ലിറ്ററിനകത്ത് മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുക. അസുഖമുള്ള കോഴിക്കാണെങ്കിൽ 7 ദിവസം വരെ നമ്മൾ നിർബന്ധമായിട്ടും അടുപ്പിച്ച് കൊടുക്കണം. അസുഖമില്ലാത്ത കോഴികളാണെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കിയുള്ള പ്രിപ്പറേഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ കാണുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ.
മുളക് തന്നെ വേണം. ഒരു കാരണവശാലും പച്ച മുളക് എടുക്കരുത്. പച്ച കളറിൽ നല്ല പഴുത്ത മുളക് തന്നെ വേണം. ഓക്കെ.